പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരും ഓണത്തിന്റെ ഒരു ഹാങ് ഓവറിലൊക്കെയാണ് എന്നുള്ളതറിയാം. എങ്കിലും ദേശീയ തലത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നേപ്പാളിൽ നിന്നുമുള്ള ദുരന്ത വാർത്തയാണ്. ഇന്നലെ രാവിലെയാണ് ഈ ദുരന്തമുണ്ടായത്. ഈ ദുരന്തത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ മാത്രം അറിയാം എത്രമാത്രം ഭീകരമായിരുന്നു ആ പ്രകൃതിയുടെ ദുരന്തം, അല്ലെങ്കിൽ ആ പ്രകൃതി എങ്ങനെയാണ് കലിതുള്ളിയത് എന്നുള്ളത് ആ ദൃശ്യങ്ങൾ ഒരു നോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്നതാണ്. ഏതാണ്ട് 40 കിലോമീറ്റർ അധികം പ്രദേശത്തെയാണ് ഈ ദുരന്തം ബാധിച്ചിരിക്കുന്നത്. ഈ നേപ്പാളിലെ ഫോട്ടേക്കോശി നദിയിൽ ആണ് ഈ മിന്നൽ പ്രളയമുണ്ടായത്. ഈ നദിയുടെ ഇരുകരകളിലും ഉണ്ടായിരുന്ന ചെറു ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുകയാണ്. നിരവധി മരണങ്ങളുണ്ടായിരിക്കുന്നു. നിരവധി ആൾക്കാരെ കാണുവാനില്ല. ഇങ്ങനെ വലിയ ഒരു ദുരന്തമാണ് നേപ്പാൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഭാരതത്തിന് മാനുഷികമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഭാരതം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ 10 ടണ്ണിലധികം സാധന സാമഗ്രികൾ, അതായത് ദുരന്തമുഖത്തേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭാരതം എത്തിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ നേപ്പാൾ പ്രധാനമന്ത്രിയുമായി ഇതിനോടകം തന്നെ ഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കണക്കുകൾ പലതാണ് പുറത്തു വരുന്നത്. ഇതുവരെയായിട്ടും കണക്കിൽ ഒരു വ്യക്തത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 800-ലധികം ആൾക്കാരെ കാണുവാനില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. മരണസംഖ്യ ഏതാണ്ട് 170, അതായത് 170 പേരുടെ ഡെഡ് ബോഡി, മൃതദേഹങ്ങൾ ലഭിച്ചു എങ്കിൽ മാത്രമേ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ പറ്റൂ. അങ്ങനെ 170-ലധികം മൃതദേഹങ്ങൾ ലഭിച്ചു. അങ്ങനെ 170-ലധികം ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഏതാണ്ട് 800-ലധികം ആളുകളെ കാണുവാനില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇതിൽ ചില ആശങ്കകൾ ഉയർത്തുന്നത് മലയാളികളെല്ലാം തന്നെ സുരക്ഷിതമാണ് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. നിരവധി ഭാരതീയരെ കാണുവാനില്ല. ഏതാണ്ട് 250-ലധികം ഇന്ത്യക്കാരുണ്ട് അവിടെ, അല്ലെങ്കിൽ അവരെ കാണുവാനില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതിൽ 77 പേർ ഇഷ ഫൗണ്ടേഷൻ, കോയമ്പത്തൂരിലെ ആദിയോഗി ഇഷ ഫൗണ്ടേഷനിൽ നിന്നും പോയവരാണ്. ഇവരെപ്പറ്റി യാതൊരുവിധ വിവരങ്ങളുമില്ല എന്നുള്ളതാണ് ഇഷ ഫൗണ്ടേഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അല്ലാതെ ഒരു 37 പേർ തമിഴ്നാട്ടിൽ നിന്നും പോയിട്ടുണ്ട്. ഇവരെല്ലാം തീർത്ഥാടനത്തിനാണ് പോയത്. അതായത് കൈലാസ് മാനസരോവർ യാത്രയുടെ ഭാഗമായിട്ടാണ് ഇവർ ഈ നേപ്പാളിലെ ഈ മേഖലയിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളതാണ്. അങ്ങനെ കൈലാസ് മാനസരോവർ യാത്രയിൽ പോയ നിരവധി ഭക്തജനങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതാണ്ട് 466 വിനോദസഞ്ചാരികളുണ്ട് എന്നുള്ളതാണ് നേപ്പാളിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കുന്നത്. നേപ്പാൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ ഭാരതീയരുടെ എണ്ണം പറഞ്ഞു. ഏതാണ്ട് 250ഓളം ഭാരതീയരുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായ കണക്കുകൾ. ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 170-ലധികം ഭാരതീയർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഏതായാലും കണക്കുകൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. കണക്കുകളിൽ ഇനിയും ചില വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഏതാണ്ട് പ്രളയത്തിൽ 19 പാലങ്ങളും അതേപോലെ തന്നെ 40 കിലോമീറ്ററോളം റോഡുകളും പൂർണ്ണമായും ഒലിച്ചുപോയി എന്നുള്ളതാണ്. 40 കിലോമീറ്റർ റോഡ് ഒലിച്ചുപോയി എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഈ മിന്നൽ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിലും ചില മുൻകരുതലുകൾ, നടപടികൾ എടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്. അത് ഈ 2 സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ഭരണകൂടം പ്രവേശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ടിബറ്റൻ മേഖലയിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായെന്നും ഇതേ തുടർന്നാണ് ഹിമപാതം നദിയിൽ പെട്ടതെന്നുമാണ് ഇപ്പോൾ നേപ്പാൾ പറയുന്നത്. എന്നാൽ അമേരിക്ക അതിനെ തള്ളിയിട്ടുണ്ട്. അത്തരത്തിലൊരു ഭൂചലനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേപ്പാളിൽ കിടക്കുന്ന മലയാളികൾക്കും അവരുടെ ബന്ധുക്കൾക്കും സഹായത്തിനായി നോർക്ക റൂട്ട്സിൻ്റെ പ്രത്യേക ഹെൽപ്പ് ലൈൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഡൽഹിയിലെ കേരള ഹൗസ് കേന്ദ്രീകരിച്ചും ഇതേപോലെ തന്നെ ഒരു ഹെൽപ്പ് ലൈൻ ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട്. സഹായത്തിനായി നോർക്കയുടെ 1070 എന്ന ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം തുറന്നിട്ടുള്ള ടോൾ ഫ്രീ നമ്പറുകളിലോ ബന്ധപ്പെടാം എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ നേപ്പാളിലെ ദുരന്തം ഇനി വരും മണിക്കൂറുകളിലും അതിൻ്റെ ആഘാതം
സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ഉണ്ടാകും. അതിൽ കണക്കുകളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതായത് മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും ഒക്കെ തന്നെ സംഖ്യകൾ ഇനിയും ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ വ്യക്തമായ ഒരു കണക്ക് നേപ്പാൾ ഭരണകൂടത്തിൻ്റെ പക്കലില്ല എന്നുള്ളതാണ്. ആ ദുരന്തത്തിൻ്റെ ആഘാതം അളന്ന് തിട്ടപ്പെടുത്തുന്നതേ ഉള്ളൂ നേപ്പാൾ എന്നുള്ളതാണ്. നേപ്പാളിൻ്റെ സൈന്യം അതേപോലെ തന്നെ അവിടുത്തെ ദുരന്ത നിവാരണ സേനയുമാണ് വളരെ ആക്റ്റീവായി ഈ ദുരന്തമുഖത്തുള്ളത്. ചൈനയുടെ സഹായവും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചൈനീസ് സൈനികരും ഈ മേഖലകളിലേക്ക് എത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാരതം ഇതിനോടകം തന്നെ 10 ടൺ ആണ് സഹായങ്ങൾ അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. 10 ടൺ സഹായം ഈ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭാരതം നേപ്പാളിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് ഭാരതം മാനുഷിക മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ദുരന്തമുഖങ്ങളിൽ ഭാരതം ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയോട് കൂടുതൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് മാനുഷികമായി ചെയ്യാൻ കഴിയുന്നതൊക്കെ ഭാരതം ചെയ്തു നൽകുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയോട് വ്യക്തമാക്കിയത്. ഏതായാലും നേപ്പാളിൽ ആ ദുരന്തത്തിൻ്റെ വാർത്തകൾ അല്ലെങ്കിൽ നേപ്പാളിൻ്റെ ദുരന്തത്തിൻ്റെ അപ്ഡേറ്റ്സുകൾ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ ഇന്നലെ AICC ആസ്ഥാനത്തിന് മുന്നിൽ വലിയൊരു പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധം കേരളത്തിലെ മാധ്യമങ്ങളടക്കം അത് കവർ ചെയ്തില്ല അല്ലെങ്കിൽ അത് ചർച്ചയാക്കിയില്ല എന്നുള്ളതാണ്. AICC ആസ്ഥാനത്ത് രാഹുലിനെതിരെയാണ് പ്രതിഷേധം നടന്നത്. ഡൽഹിയിലെ മുസ്ലിം സ്ത്രീകളാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. മുത്തലാഖിൽ രാഹുലിൻ്റെ മൗനം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ രംഗത്തെത്തിയത്. രാഹുലിൻ്റേത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് സ്ത്രീകൾ ആരോപിക്കുന്നത്. ഇത് സ്ത്രീകളുടെ ആരോപണം മാത്രമല്ല, രാഹുലിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള ഇരട്ടത്താപ്പുണ്ട് എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും മുസ്ലിം സ്ത്രീകളും അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. മുസ്ലിം സ്ത്രീകൾക്ക് രാജ്യത്ത് തുല്യ അവകാശമുണ്ടെന്നാണ് അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ. ഇടത് കോൺഗ്രസ് മാധ്യമങ്ങൾ ഈ വാർത്ത നൽകുന്നില്ല എന്നുള്ള ആരോപണങ്ങളും ഈ സ്ത്രീകൾ ഉന്നയിക്കുന്നു. സ്ത്രീ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന രാഹുൽ വ്യാജ നിലപാടുകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. ഈ പ്രതിഷേധവുമായി ഡൽഹിയിലെ മുസ്ലിം സ്ത്രീകൾ അവിടേക്ക് ഇരച്ചെത്തിയപ്പോൾ കോൺഗ്രസിന് അതിന് മറുപടി ഇല്ലാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അതിൽ ഒരു സ്ത്രീ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് വീക്ഷിക്കാം. कांग्रेस मुख्यालय के सामने प्रोटेस्ट करने का एक ही मकसद है कि हम चाहते हैं राहुल गांधी जी हम लोगों को भी बराबर सम्मान की बात करें। वो सिर्फ अपने उनसे ये पूछिए कि आपके कर्नाटक में आपकी सरकार है, एक भी महिला मंत्री नहीं है, आप लेकर चलते हैं कि मैं सबके साथ हूँ। और दूसरी बात, आप महिलाओं के लिए हम महिलाएं, आपको पता है कौन से मुस्लिम समाज से महिलाएं, तो हम लोग कोई देश का हिस्सा तो अलग तो नहीं है, हम भी देश में ही रहते हैं, हिंदुस्तान हमारा भी है, सबका हिंदुस्तान है। तो यही कहना चाहते हैं कि ट्रिपल तलाक का ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാക്കുകൾക്ക് കോൺഗ്രസിന് മറുപടിയില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് എന്തിന് ഇരട്ടത്താപ്പ് കാട്ടുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതായത് രാജ്യത്തെ എല്ലാവർക്കും സമത്വം, എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ നീതി ഉറപ്പാക്കുക എന്നുള്ളത് അതൊരു സർക്കാരിൻ്റെ കടമയാണ്. ആ കടമ നിർവഹിക്കുവാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത്. മുത്തലാഖ് നിരോധിച്ചു. എന്നാൽ ഇതിനെതിരെയൊന്നും ശബ്ദമുയർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ഈ സ്ത്രീ സമത്വത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്ന രാഹുൽ മുസ്ലിം സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ അവിടെ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. അവിടെ മുത്തലാഖ് നിരോധിച്ചതിനെ അഭിനന്ദിക്കുവാനോ അല്ലെങ്കിൽ മുത്തലാഖ് നിരോധിക്കേണ്ട എന്ന് പറയുന്നവരെ അല്ലെങ്കിൽ നിരോധിച്ചതിനെതിരെ വാക്കുകൾ ഉയർത്തുന്നവർക്കെതിരെ ശബ്ദിക്കുവാനോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുലും മൗനം പിടിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇതിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂനപക്ഷ രാഷ്ട്രീയം, അതായത് ഇതിനെതിരെ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് അനുകൂലമായി സംസാരിച്ചാൽ അത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കേരളത്തിലടക്കം നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ തന്നെ കാരുണ്യം കൊണ്ടാണ് അവിടെ VD സതീശൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം ഡൽഹിയിൽ നടത്തി ആരോപിച്ചതുപോലെ മുട്ടുമടക്കി ഇത്തരം തീവ്ര ഇസ്ലാമിക ശക്തികൾക്ക് മുമ്പിൽ VD സതീശൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ VD സതീശനെ പോലെ ഒരു മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം കൈയാളുന്ന ഒരു മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ പ്രീണന നയം സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് സമത്വം
നേടിക്കൊടുക്കുന്ന വിഷയത്തിൽ കോൺഗ്രസിന് മൗനം വെടിയാൻ കഴിയില്ല, രാഹുലിന് മൗനം വെടിയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകൾ AICC ആസ്ഥാനത്തിന് മുന്നിലെത്തി പ്രതിഷേധിച്ച കാഴ്ച കാണാൻ കഴിഞ്ഞത്. രാഹുലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഇപ്പോഴും മൗനം തുടരുകയാണ് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. സ്വാഭാവികമായും കോൺഗ്രസിന് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയും AICC ആസ്ഥാനത്തിന് മുന്നിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മുസ്ലിം സ്ത്രീകൾ AICC ആസ്ഥാനത്തിലേക്ക് മുന്നിലെത്തി പ്രതിഷേധിക്കും. രാഹുലിനോട് കൃത്യമായി ചോദ്യം ചോദിക്കും. എന്തുകൊണ്ടാണ് രാഹുൽ, നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്, ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം, മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം എന്തിന് മൗനം തുടരുന്നു എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും AICC ആസ്ഥാനത്തിന് മുന്നിൽ മുഴങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ 7 വർഷത്തിന് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഭാരതത്തിലേക്ക് എത്തുകയാണ്. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഈ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഭാരതത്തിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നയതന്ത്ര നിലപാടുകൾക്ക് മുന്നിൽ ചൈന നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ അതിവേഗ സാമ്പത്തിക പ്രതിരോധ മുന്നേറ്റവും ആഗോള സ്വാധീനവും ചൈന വളരെ കൃത്യമായി തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചൈന വിലയിരുത്തി എന്നുള്ളതാണ്. 400-ലധികം അംഗങ്ങളുള്ള ഉന്നതതല സംഘത്തിനൊപ്പമാണ് ഷീ ജിൻ പിങ് എത്തുക. അതിർത്തിയിലെ സുരക്ഷയും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ പരമാധികാരവും മുൻനിർത്തിയുള്ള ചർച്ചകൾ നടക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അതിർത്തിയിൽ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് വീണ്ടും കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമ്പോൾ, അതും ഈ ഡൽഹിയിൽ ഭാരതത്തിൻ്റെ മണ്ണിൽ വെച്ചാണ് അടുത്ത കൂടിക്കാഴ്ച എന്നുള്ളത് ഏറെ നിർണായകമാണ്. സ്വാഭാവികമായും അത് നമ്മുടെ ഈ ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരമുണ്ടാക്കാൻ ഈ ചർച്ചകളിലൂടെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, നമ്മൾ അയൽ രാജ്യമാണ്. ചൈനയെ നമ്മൾ ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൈന ചതിയന്മാരാണ് എന്നുള്ള സങ്കല്പങ്ങളൊക്കെയുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ അയൽ രാജ്യമാണ്, നമ്മുടെ വിശ്വസ്തരായിട്ടുള്ള അയൽ രാജ്യമായി ചൈനയെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ വികസനത്തിനും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മുന്നോട്ട് ഉള്ള പ്രയാണത്തിനുമൊക്കെ ചൈനയ്ക്ക് ഒട്ടനവധി സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ കൂടി നമ്മൾ കൂട്ടത്തിൽ നിർത്തിയേ പറ്റൂ. ചൈനയെ മാത്രമല്ല, ഭാരതം ഇന്നിപ്പോൾ എല്ലാ തരത്തിലും വിശ്വഗുരുവായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ വിശ്വഗുരു എന്നുള്ള സങ്കല്പത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഭാരതം. 2047 ആകുമ്പോഴേക്കും ഭാരതം ഒരു വികസിത രാഷ്ട്രമാകണം, അല്ലെങ്കിൽ വികസിത രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് അയൽ രാജ്യങ്ങളുടെയൊക്കെ പങ്ക് വലുതാണ് എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് ചൈനയെ കണ്ണടച്ചുകൊണ്ട് എതിർക്കാനോ അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് മാറ്റി നിർത്താനോ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. അങ്ങനെ ഈ ചൈനയുമായിട്ടുള്ള സഹകരണം കൂടുതൽ മേഖലയിലേക്ക് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ ഈ ഷീ ജിൻ പിങ്ങിൻ്റെ സന്ദർശനത്തിന് ശേഷം ഭാരതത്തിന് സാധിച്ചേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ RSSൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള വിദേശ പര്യടനത്തിലാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. അദ്ദേഹം അമേരിക്കയിലെത്തിയിരിക്കുകയാണ്. ആഗോള പ്രവാസി കൂട്ടായ്മകളുടെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം അമേരിക്കയിലെത്തിയത്. അമേരിക്ക സന്ദർശനത്തിന് ശേഷം അദ്ദേഹം കാനഡയിലും ബ്രിട്ടനും സന്ദർശിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അമേരിക്കൻ സന്ദർശനത്തിനിടെ 29-ന് ന്യൂയോർക്കിലെ പ്രശസ്തമായ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ അദ്ദേഹം അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻ എന്നാണ് ഈ ചടങ്ങിൻ്റെ പേര്. ഈ ചടങ്ങിൽ അദ്ദേഹം ഇന്ത്യൻ വംശജരായിട്ടുള്ള പ്രവാസികളുമായി അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം ആ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. അമേരിക്കൻ ഹിന്ദു ഫോർ എൻഗേജ്മെൻറ്റ് ആൻഡ് ഡയലോഗ് ഫോറത്തിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം സർസംഘചാലകൻ്റെ സന്ദർശനത്തിനെതിരെ നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. സർസംഘചാലകരെ അമേരിക്കയിൽ കയറ്റരുത് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുറവിളികൾ ഭാരതത്തിൽ നിന്നും ധാരാളം ഉയർന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അത്തരം മുറവിളികൾക്കൊന്നും അമേരിക്ക ചെവി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്ക ഇരുകൈയും നീട്ടിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലകമായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭഗവതിനെ തങ്ങളുടെ മണ്ണിലേക്ക് സ്വീകരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്.
മാത്രമല്ല ഈ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിനെ എതിർത്തുകൊണ്ട് ന്യൂയോർക്ക് മേയർ രംഗത്തെത്തിയിരുന്നു. മമദാനി ആയിരുന്നു അദ്ദേഹം ഈ സന്ദർശനത്തിനെ എതിർത്തത്. മമദാനിയുടേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്നുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നിരിക്കുന്നത്. അമേരിക്കയിൽ ഉടനീളം 200-ലധികം സന്നദ്ധ സേവന പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുന്ന RSSനെ വിമർശിക്കാൻ മമദാനിക്ക് എന്ത് നൈതിക അവകാശമുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ സമൂഹം ചോദിക്കുന്നത്. അമേരിക്കയിൽ ഉടനീളം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സന്നദ്ധ സേവന പദ്ധതികൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം വിജയകരമായി നടപ്പാക്കാൻ RSSന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് RSSന്റെ ഈ സർസംഘചാലകനെ ആ മണ്ണിലേക്ക് എത്തിക്കുന്നതിനെ എതിർക്കുന്നത് അത് തികച്ചും രാഷ്ട്രീയപരമാണ്, അല്ലെങ്കിൽ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതിനെതിരെ വിമർശനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട്. അത്തരമൊരു വിമർശനങ്ങൾ നമുക്ക് വീക്ഷിക്കാം. The RSS's Seva International has over 200 Seva projects that work in America, whether it's a hurricane or COVID. The FBI has never ever called the RSS extremists. So who is Zoran Mamdani to give a certificate? He is a part of the Tukre Tukre gang. Mohanji Bhagwat clearly said that a Hindu Rashtra means Vasudeva Kutumbakam. Zoran Mamdani, if you want to be a part of this world family, stop this appeasement politics and stop supporting the Tukre Tukre gang. Understand that the world has moved beyond barriers of boundaries. It is about a united globe. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളൊക്കെ ചിലയിടങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഗുണനിലവാരം വലിയ പ്രശ്നമായി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇത് കേന്ദ്ര സർക്കാർ ഇത് കൃത്യമായി തിരിച്ചറിയുന്നു. കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്തിരുന്നു. 53ാമത് പ്രകൃതി അവലോകന യോഗം എന്നുള്ളതാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ യോഗത്തിൽ രാജ്യത്തെ മുൻനിര ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രധാനമന്ത്രി കടുത്ത അമർഷം രേഖപ്പെടുത്തിയെന്നുള്ള വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്. പൊതുനിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിലവാരമില്ലായ്മ വെച്ചുപൊറിപ്പിക്കില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഒരു 4ാം ഘട്ട പരിശോധനയ്ക്ക് ഉത്തരവിടും എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് IASകാരോട് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. 9 സംസ്ഥാനങ്ങളിലായി ഏതാണ്ട് 30,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട്. ഇതിൻ്റെ വിലയിരുത്തലുകൾ നടന്നപ്പോഴാണ് പ്രധാനമന്ത്രി ഇത്തരം അതിരൂക്ഷ വിമർശനം ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർത്തിയത്. ഉദ്യോഗസ്ഥരെ അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രി ശകാരിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അത് ഗുണമേന്മയുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത്. ഗുണമേന്മയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശന നിലപാടാണ് പ്രധാനമന്ത്രി ഇവിടെ സ്വീകരിച്ചത്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കെട്ടിപ്പൊക്കിയിട്ട് കാര്യമില്ല. ആ കെട്ടിപ്പൊക്കുന്നത് അത് കൃത്യമായി ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതിൽ ഗുണനിലവാരത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകരുത്. വരും തലമുറകൾക്ക് കൂടി അത് ഉപയോഗപ്പെടുവാൻ വേണ്ടി ഉതകുന്ന രീതിയിലായിരിക്കണം നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. നമ്മൾ 2047 ജൈത്രയാത്രയിലാണ്, ഒരു വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കുവാനുള്ള ജൈത്രയാത്രയിലാണ്. 2047 മുമ്പ് അല്ലെങ്കിൽ 2047 ശേഷവും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് ഈ മണ്ണിൽ തന്നെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള ഗുണമേന്മയ്ക്ക് കുറവുണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ യോഗത്തിൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ ശകാരിച്ചതും അവരോട് കർശന നിർദ്ദേശം ഈ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുത്, പരിശോധനകൾ വീണ്ടും നടത്തണമെന്നുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ ഭാരതത്തിൻ്റെ വികസന കുതിർപ്പിന് കൂടുതൽ കരുത്തേകി ഇന്ത്യൻ റെയിൽവേയുടെ വൻ പാതാ വികസന വിപ്ലവം വരാൻ പോകുകയാണ്. കൂടുതൽ ട്രാക്കുകൾ, കുറഞ്ഞ ഗതാഗത തടസ്സം, കൂടുതൽ ട്രെയിനുകൾ, അതിവേഗ യാത്ര എന്ന ലളിതമായ സമവാക്യത്തിലൂടെ രാജ്യത്തെ റെയിൽ ശൃംഖല ആധുനികവൽക്കരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 3ഉം 4ഉം ട്രാക്കുകൾ നിർമ്മിച്ച് പാതയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ റെയിൽ ഗതാഗത രംഗത്ത് വൻ മാറ്റങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിനും ആക്കം കൂട്ടുന്നതാണ് ഈ വികസന
മാതൃക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ചരക്ക് നീക്കം വേഗത്തിലാകുന്നതോടെ വ്യവസായ വ്യാപാര മേഖലകൾക്ക് ഇത് പുതിയ ഉണർവ് നൽകുന്നു എന്നുള്ളതാണ്. റെയിൽവേ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നവഭാരതത്തിന്റെ വികസന കാഴ്ചപ്പാടാണ് തെളിയുന്നതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അശ്വിനി വൈഷ്ണവിൻ്റെ വാക്കുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും. ഏതാണ്ട് ഉത്തരേന്ത്യ മുതൽ ഇങ്ങ് ദക്ഷിണേന്ത്യ ചെന്നൈ വരെയുള്ള ഈ ഒരു പ്രത്യേക പാത, അതായത് രാജ്യത്തിൻ്റെ ഉത്തരഭാഗവും ദക്ഷിണഭാഗവും ബന്ധിപ്പിച്ചുകൊണ്ട്, അതേപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് മേഖലയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാതയാണ് റെയിൽവേ ഒരുക്കുന്നത്. 4 വരി പാതയിലേക്ക് റെയിൽവേ കടക്കാൻ പോകുന്നു. അതോടുകൂടി വളരെ വിപ്ലവകരമായ മാറ്റം എല്ലാ മേഖലകളിലും ഉണ്ടാകുമെന്നുള്ളതാണ്. യാത്ര മാത്രമല്ല, ചരക്ക് നീക്കമടക്കം വേഗത്തിലാക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. 2047 ചുവടുവെപ്പാണ് ഇതിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ചുവടുവെപ്പാണിത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇനി മറ്റൊരു പ്രധാന വാർത്ത പരിശോധിച്ചാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ മാതാവിനുമെതിരെ പ്രതിപക്ഷ സമരങ്ങളുടെ മറവിൽ നടക്കുന്ന സംസ്കാരശൂന്യമായ അധിക്ഷേപങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തിയിരിക്കുകയാണ്. ജനാധിപത്യപരമായ വിമർശനങ്ങളും എതിർപ്പുകളും സ്വാഭാവികമാണെന്നും, എന്നാൽ ഈ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ അന്തരിച്ച മാതാപിതാക്കളെയൊക്കെ അസഭ്യം പറയുന്ന നിലവാരമില്ലാത്ത സംസ്കാരം അംഗീകരിക്കില്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സമരങ്ങളുടെ മറവിൽ നടത്തുന്ന ഇത്തരം സംസ്കാരശൂന്യമായ പെരുമാറ്റങ്ങളിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ ഉത്തരവാദികളാണെന്നും അവർക്കെതിരെ കർശന നടപടി വേണമെന്നുമാണ് കേന്ദ്രമന്ത്രി ആവശ്യപ്പെടുന്നത്. ഒരു പൊതുപ്രവർത്തകനെയോ നേതാവിനെയോ വിമർശിക്കുന്നതിന് പകരം അന്തരിച്ചു പോയ മാതാപിതാക്കളെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ച് കേട്ടാലറയ്ക്കുന്ന വാക്ശരങ്ങൾ എയ്യുന്നത് രാഷ്ട്രീയ ശൂന്യതയുടെ തെളിവാണ് എന്നുള്ള വിമർശനമാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നടത്തിയിരിക്കുന്നത്. Just imagine 17 years old, 18 years old girls abusing Prime Minister and his mother. Is it Indian culture? You can criticize, you can oppose. Why are they abusing the Prime Minister and the dead mother? If we try to defend such culture, I'm sorry, we are misguiding the youth. ഈ മഹാരാഷ്ട്രയിൽ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി ചില സംഘർഷങ്ങൾ നടക്കുകയാണ്. മുംബൈയിലെ പരേൽ ചിക് പ്ലോക്കി മേഖലയിൽ ലക്ഷ്മി കോട്ടേജ് കെട്ടിടത്തിന് സമീപം ഈദ് റാലിക്കിടെയാണ് തർക്കവും കല്ലേറും ഉണ്ടായത്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. റാലിക്കിടെ രണ്ട് വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഹിന്ദു മുസ്ലിം വിഭാഗമാണ്. ഉണ്ടായ തർക്കവും അതേപോലെ തന്നെ ചില തല്ലിക്കയറ്റങ്ങളുമൊക്കെ ഈ സംഘർഷത്തിലേക്ക് കലാശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ലക്ഷ്മി കോട്ടേജിന് സമീപം ഈ കല്ലേറ് നടന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വൻ പോലീസ് സന്നാഹം അവിടെ സ്ഥലത്തെത്തി അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ കൈക്കൊണ്ടു. ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഇരുവിഭാഗങ്ങളെയും പ്രത്യേകമാക്കി. ഈ സമീപ ദിവസങ്ങളിൽ മസ്ഗാവിൽ ഗണപതി വിഗ്രഹത്തിൻ്റെ ഈ ആഗമന ഘോഷയാത്രയ്ക്ക് നേരെ മുട്ടയെറിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗം നടത്തിയ പരിപാടിയിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ട് എന്നുള്ളതാണ് സർക്കാരും പോലീസും വ്യക്തമാക്കുന്നത്. ഇനി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. സാധാരണക്കാരുടെ അടുക്കള ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിൽ ഇപ്പോൾ വിപണിയിൽ ഉള്ളിവില വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സർക്കാർ കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. പൊതുവിപണിയിൽ കിലോയ്ക്ക് 55 മുതൽ ഏതാണ്ട് 60 രൂപ ഒക്കെ ഉള്ളിയുടെ വില ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത് 35 രൂപയ്ക്ക് ജനങ്ങളിലേക്ക് ഉള്ളി എത്തിക്കുവാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ ശ്രമങ്ങൾ തുടങ്ങി. കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും പ്രത്യേക കന്ത എക്സ്പ്രസ് ട്രെയിനുകളിൽ
വൻതോതിൽ ഡൽഹിയിലേക്ക് രാജ്യതലസ്ഥാനത്തേക്ക് ഉള്ളി എത്തിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സഹകരണ ഏജൻസിയായ NCCF-ഉം NAFED-ഉം ഈ രണ്ട് കേന്ദ്ര ഏജൻസികളും അതേപോലെ തന്നെ കേന്ദ്ര ഭണ്ഡാർ, മദർ ഡയറി എന്നിവ വഴി 35 രൂപയ്ക്ക് അല്ലെങ്കിൽ ആ നിരക്കിൽ ഉള്ളി നൽകാൻ സാധിക്കുമെന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി വസതികൾക്ക് സമീപവും അതേപോലെ തന്നെ ഈ സബ്സിഡി ഉള്ളിയുമായി മൊബൈൽ വാനുകളും സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതേപോലെ തന്നെ കർഷകരിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കളിലേക്കാണ് ഈ ഉൽപ്പന്നം എത്തിക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, രാജ്യത്ത് ഉള്ളിയുടെ വില ഉയർന്നു നിൽക്കുന്നു, പഞ്ചസാരയുടെ വില ഉയർന്നു നിൽക്കുന്നു. ഇതിന് രണ്ടിലും കൃത്യമായൊരു പരിഹാരം ഉണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉള്ളിയുടെ വില നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 35 രൂപ നിരക്കിൽ ഉള്ളി ലഭ്യമാക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ കൈക്കൊണ്ടു കഴിഞ്ഞു. കേന്ദ്ര ഭണ്ഡാർ വഴിയും മറ്റും ഉള്ളി ലഭ്യമാക്കുന്നുണ്ട്. പഞ്ചസാരയുടെ വിലയും കുറയ്ക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പഞ്ചസാര വില ഉയർന്നത് അത് പ്രതികൂല കാലാവസ്ഥയും മറ്റും അതിന് കാരണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, പൂഴ്ത്തിവെപ്പ് ധാരാളമായി നടന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഉത്സവ സീസണാണ് ഈ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത്. ആ ഉത്സവ സീസണും മറ്റും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ പഞ്ചസാര വലിയ രീതിയിൽ പൂഴ്ത്തിവെപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അത് പിടിച്ചെടുക്കുവാൻ വേണ്ടി വിവിധ സർക്കാരുകൾ, BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളൊക്കെ കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം പരിശോധനകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ വൈര്യം, അതായത് പൊതുജനങ്ങൾ ബുദ്ധിമുട്ടിയാലും അവിടെ കേന്ദ്ര സർക്കാരിനെ ജനങ്ങൾ പഴി പറയണം, ജനങ്ങൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രതിപക്ഷ കക്ഷികൾ നോക്കിക്കാണുന്നത്. അതായത് ജനങ്ങളുടെ അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല, രാഷ്ട്രീയം നടക്കണം. രാഷ്ട്രീയ വൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം നീക്കങ്ങളിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ നടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ജനോപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കിക്കാണേണ്ടത്. ഇന്നത്തെ നേഷൻ ഫസ്റ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. സമയപരിധി ഉള്ളതിനാൽ തന്നെ ഈ നേഷൻ ഫസ്റ്റ് ഇവിടെ അവസാനിക്കുന്നെങ്കിലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ദേശീയ വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഞാൻ ഇന്നത്തെ നേഷൻ ഫസ്റ്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാക്കി വിടവാങ്ങുന്നു. ഞാൻ S. നന്ദഗോപൻ.